ബ്യൂട്ടി ഫീൽഡിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് നെയിൽ ആർട്ട്. നെയിൽ ആർട്ടിൽ പഠിക്കുന്ന ആളുകൾക്ക് പുതിയതായിട്ട് ബിഗിനേഴ്സിന് എന്തൊക്കെ വേണം, അതിലെന്തൊക്കെ സ്റ്റഡി മെറ്റീരിയൽസാണ് ഉള്ളത്, നമ്മുടെ വരുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് ഒരു ഡിസ്പ്ലേ കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഇത് കാണിക്കുക, അതേപോലെ ഇത് എങ്ങനെയൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെക്കാൻ പറ്റും, പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ട്രെൻഡുകൾ എന്തൊക്കെയാണ് അതിലേക്ക് വേണ്ട ഉപകരണങ്ങൾ ഒക്കെ ഞാൻ കാണിച്ചു. ഹായ്, നമ്മൾ ഇങ്ങനെ സമയം പോലെ ഓരോരോ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കേരളത്തിലെല്ലാവരും ഓടി പാഞ്ഞെടുക്കുന്നൊരു സംഭവമാണ് നെയിൽ ആർട്ട്. നെയിൽ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജെൽ നെയിൽ പോളിഷ് ആയിക്കോട്ടെ, അക്രലിക് ആയിക്കോട്ടെ, പോളി ജെല്ല്, ഇങ്ങനെ ഈ പറയുന്ന എല്ലാ രീതിയിലുമുള്ള പുതിയ നെയിലിൻ്റെ ടെക്നിക്സ്, എന്താ പറയുക, പുതിയതെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും നമ്മളൊരു 6-7 വർഷങ്ങൾക്ക് മുന്നേ നെയിലിൻ്റെ ക്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു ഇതൊന്നും നടക്കാൻ പോണില്ല, ഇത്രയും വിലയുടെ സാധനം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത്. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ നെയിലിൻ്റെ കാര്യം അതിഗംഭീരമായ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പലരും ഇപ്പോൾ അത് ചെയ്തു തുടങ്ങി, കുറേ ആളുകൾ പുതിയത് പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെയിൽ ആർട്ടിൻ്റെ ആ ഒരു സെഗ്മെൻറ്റ് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴാണ് ഒന്ന് എന്താ പറയുക ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലായിട്ടുള്ളത്. ശരിക്കും ഡെവലപ്പായിട്ടില്ല, ഡെവലപ്പിംഗ് ആണ്. അപ്പോൾ അതിനിടയ്ക്ക് കുറേ ബ്രാൻഡുകൾ വന്നു, ചെറുതും വലുതും, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ വന്നു പോയി. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ നമ്മൾ ഇവിടെ മെയിനായിട്ട് ഇന്ത്യയിൽ നിന്നിപ്പോൾ ഏറ്റവും വലിയൊരു ഇന്ത്യയിലെ ഉള്ളൊരു നെയിൽ ബ്രാൻഡാണ് ഗ്ലാം. അത് നമ്മൾ കേരളത്തിൽ എക്സ്ക്ലൂസീവായിട്ട് മെക്കയുടെയാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ നമുക്ക് US ബ്രാൻഡായിട്ടുള്ള എക്സ്പ്രസ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് അവൈലബിൾ ആണ്. ഒപ്പം നോർമൽ റേഞ്ചിലുള്ള ഷിൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന പലരും ചോദിക്കുന്ന ഒരു കാര്യം, ഈ നെയിൽ നമ്മൾ ചെയ്ത ഡിസൈൻസ് എങ്ങനെ സേവ് ചെയ്യും, അത് എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വന്ന സമയത്ത് നമ്മൾ ചെയ്തൊരു ഡിസൈൻ എങ്ങനെ കാണിക്കും, അതുപോലെ ചെയ്യുന്നവർക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, ഈ വക കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന് പറ്റിയ കുറേ പ്രോഡക്ട്സുകൾ വന്നിട്ടുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ഞാൻ അതിൽ മെയിനായിട്ടുള്ള ഈ പറയുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പഠിക്കുന്ന ആളുകൾക്ക് ഇതൊരു സിലിക്കോൺ ഷീറ്റാണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ ബ്രഷും കാര്യങ്ങളും വെച്ചിട്ട്, ഇപ്പോൾ ഇതിൽ കാണുന്ന പോലത്തെ ഇതിൻ്റെ കോർണറൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ബ്രഷ് വെച്ചിട്ട്, ഇപ്പോൾ അക്രലിക് പൗഡർ മോണോമർ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എങ്ങനെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതും, അതേപോലെ തന്നെ ഓരോ നിങ്ങൾ പഠിച്ച ആളുകൾക്കറിയാം ബ്രഷ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന നെയിലിൻ്റെ ഷേപ്പുകൾ, കൊഫിൻസ്, ആൽമണ്ട്, ഓവല്, സ്ക്വയർ, ഇങ്ങനെ കുറേ വരുന്നുണ്ട്, കുറേ ഷേപ്സ്. അപ്പോൾ അതൊക്കെ ഏത് രീതിയിൽ എങ്ങനെ കട്ട് ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷീറ്റാണ് ആക്ച്വലി. ഇത് പ്രാക്ടീസ് ഷീറ്റ് എന്നാണ് അതിന് തന്നെ പേര് കൊടുക്കുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഒപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നെയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നെയിൽ ചെയ്തു കൊടുക്കാനായിട്ട് കസ്റ്റമർക്ക് പലപ്പോഴും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേപോലത്തെ നെയിൽ ചെയ്യുന്ന സമയത്ത് കൈ വയ്ക്കാനുള്ള പാഡ്, ഇങ്ങനത്തെ ഒരു പാഡിൽ വെച്ചിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ചെയ്യും. അപ്പോൾ പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ അടുത്തൊരു സെഗ്മെൻറ്റിലേക്ക് നിങ്ങളിവിടെ കാണുന്ന പോലെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലെതറിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കസ്റ്റമർക്ക് ഹാൻഡ് ലെവലിൽ റെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിരുന്ന് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന പുതിയ കാര്യങ്ങളും ഇതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ കാണുന്നത് ശരിക്കും പ്രാക്ടീസ് നെയിൽ ചെയ്യാനോ, ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒറിജിനൽ കൈ പോലെ തന്നെ ഉണ്ട്, നമുക്ക് ടച്ച് ചെയ്താലും ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊക്കെ കൂടി പുതിയ ഒരു സെഗ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതിലൊപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ നെയിലിൻ്റെ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്ന ഒരു സംഭവം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഒരു കസ്റ്റമർക്ക് എന്താ പറയുക ഒരു പുതിയ ഡിസൈൻ ചെയ്തിട്ട് ആ ഡിസൈൻ പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് ഒരു ഡിസൈൻ അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും, ഒപ്പം നിങ്ങൾ പഠിക്കുന്ന ആ ചെയ്യുന്ന ഡിസൈൻസ് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതേപോലെ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കസ്റ്റമറെ കാണിക്കാൻ പറ്റും. ഇതിനുള്ള ഏകദേശം 3, 6, 1, 2, 3, 4, 5, 6, 18 ഡിസൈൻ അറ്റ് എ ടൈം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും, അറ്റ് എ ടൈമിൽ. അപ്പോൾ നിങ്ങൾ സമയം പോലെ ഡിസൈൻ ചെയ്തു വയ്ക്കുക, നിങ്ങളുടെ കസ്റ്റമറെ ഇമ്പ്രസ് ചെയ്യാൻ പാകത്തിന്. അത് വളരെ അടുക്കും ചിട്ടയോടും കൂടി നിങ്ങളുടെ നെയിൽ സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ വരുമ്പോൾ തന്നെ പെട്ടെന്ന് കാണുന്ന രീതിയിൽ നിങ്ങൾക്കത് അവതരിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊരു കവറിൽ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 50ഓളം നെയിലിൻ്റെ ഇതുണ്ട്. നിങ്ങൾക്കിത് ഇങ്ങനെയൊരു സംഭവം വെച്ചിട്ട് നെയിൽ ഏത് ടൈപ്പിലാണോ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം.
ഡിസൈൻ ചെയ്തതിന് ശേഷം ഓരോരോ ഡിസൈൻ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെ കോർത്തിടാം. ചെയ്യുന്ന ഡിസൈൻസ് ഇങ്ങനെ കോർത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർ വന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഇതേപോലെ വെച്ചിട്ട് കസ്റ്റമർക്ക് ഏത് ഡിസൈനാണോ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുന്ന രീതിയിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് നെയിൽ സലൂണിലേക്ക് ശരിക്കും ഒരു എന്താ പറയുക, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമറെ കാണിക്കാനുള്ള വേറൊരു ഡിസ്പ്ലേ മോഡൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലത്തെ കുറേ ഡിസ്പ്ലേ യൂണിറ്റുകൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം കസ്റ്റമറെ കാണിക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനത്തെ യൂണിറ്റ്, ഇനി അതല്ലെങ്കിൽ ഇങ്ങനത്തെ യൂണിറ്റ്, ഇങ്ങനെ നിങ്ങൾക്ക് നെയിൽ ചെയ്തതിന് ശേഷം കസ്റ്റമറെ കാണിക്കാനുള്ള ഡിസ്പ്ലേ യൂണിറ്റുകൾ എനിക്ക് വേണ്ട വീണ്ടും കുറേ മോഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നെയിലിൻ്റെ ഒരു സെഗ്മെൻറ്റ് വന്നത്. പിന്നെ അടുത്തത് ഇവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവമാണ്, നമുക്ക് അക്രലിക് നെയിൽ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ റിമൂവ് ചെയ്യുമെന്നുള്ളത് പലരുടെയും ഒരു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രില്ല് ഉപയോഗിച്ചിട്ട് ശരിക്കും അക്രലിക്കിൻ്റെ ഇത് റിമൂവ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി ഈസി ആയിട്ട്. പക്ഷേ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. അതല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന പേപ്പർ പോലെയുള്ളൊരു സംഭവമാണ്. എന്താ പറയുക, നമ്മുടെ വെറ്റ് ടിഷ്യൂ പോലെ ഉണ്ടാവും. ഇത് നമ്മൾ ജസ്റ്റ് കയ്യിൽ എന്താ പറയുക, കയ്യിൽ റാപ്പ് ചെയ്തിട്ട് 10 മിനിറ്റ്സ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് അഴിച്ചിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അക്രലിക്കിൻ്റെ ജെല്ല് പോളിഷ് കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. മേക്കപ്പിലാണല്ലോ നമ്മളിപ്പോൾ എയർ ബ്രഷ് എന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ എയർ ബ്രഷ് ഡിസൈനിങ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമുക്ക് കണ്ടോ, എല്ലാം നമ്മളുടെ ജെൽ നെയിൽ പോളിഷ് അല്ലെങ്കിൽ നെയിൽ എക്സ്റ്റൻഷൻ ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്ലാമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന മെഷീൻസാണ് ഇത്. നമുക്ക് എയർ ബ്രഷ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാനീ പറഞ്ഞു തന്ന പോലെ എയർ ബ്രഷ് മേക്കപ്പ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ജെൽ നെയിൽ പോളിഷ്, അതേപോലെ തന്നെ ഡിസൈനിങ് ചെയ്യാൻ അറിയുന്നവർക്ക് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് പരിചയമുള്ളവർക്ക് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡായിട്ട് വരുന്നതാണ് ജെൽ നെയിൽ പോളിഷ്. തന്നെ നമുക്ക് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ കംപ്രസർ വെച്ചിട്ട് അല്ലെങ്കിൽ എയർ ബ്രഷ് മേക്കപ്പ് വെച്ചിട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ പുതിയ മെഷീൻസാണ് ഗ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളത്.